നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്നുള്ള ഫേമസ് സ്പീച്ചിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ വാസ് എ പ്രോമിനൻറ്റ് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ലീഡർ known for his role in advancing civil rights through non-violent activism and his leadership in the movement to end racial segregation and discrimination in the United States. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജീവിക്കുന്ന ബ്ലാക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യുന്ന വേർതിരിവുകൾ അല്ലാന്നുണ്ടെങ്കിൽ വിവേചനങ്ങൾ അത്തരത്തിലുള്ള ഒരുപാട് സപ്രഷൻ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെയും ഒരു നോൺ വയലൻസിൻ്റെ മാധ്യമം യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഹിംസയുടെ മാധ്യമം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു അഹിംസാ മാർഗം ഉപയോഗിച്ചുകൊണ്ട് അതിനെയൊക്കെയും എന്താ പറയുക എതിർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡെലിവേർഡ് ഹിസ് ഐക്കോണിക് ഐ ഹാവ് എ ഡ്രീം സ്പീച്ച് ഓൺ ഓഗസ്റ്റ് 28, 1963 ഡ്യൂറിംഗ് ദ മാർച്ച് ടു വാഷിംഗ്ടൺ ഫോർ ജോബ്സ് ആൻഡ് ഫ്രീഡം. അപ്പോൾ ജോബ്സിനും അതേപോലെ തന്നെ ഫ്രീഡത്തിനും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു മാർച്ചിൽ 1963 ഓഗസ്റ്റ് 28 അദ്ദേഹം ഈ ഒരു ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്നുള്ള സ്പീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ സ്പീച്ച് ഇസ് renowned for its eloquent expression of the desire for racial equality and justice in the United States. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അതുവരെ എന്താ പറയുക അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മെയിനായിട്ടും എന്തായിരുന്നു, റേഷ്യൽ ആയിട്ടുള്ള വർഗീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ കളർ ബേസ്ഡ് ആയിട്ട് യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും ഈക്വാളിറ്റി തുല്യത കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീതി നടപ്പിലാവാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെയായിരുന്നു എന്ത് സംഭവിച്ചത് ആ ഒരു സ്പീച്ചിലെ വാക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ആ ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഐ എം ഹാപ്പി ടു ജോയിൻ with you today in what will go down in history as the greatest demonstration for freedom in the history of our nation. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷമാണ് അദ്ദേഹം കാണിക്കുന്നത് കേട്ടോ. അതായത് ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിനെ തന്നെ എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഒരു പ്രൂഫ് പോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രൂഫ് പോലെ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ഭാവിയിൽ എഴുതപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഈ ഒരു മുഹൂർത്തത്തിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 years ago, a great American in whose symbolic shadow we stand today signed the Emancipation Proclamation. അപ്പോൾ 50 years ago, score years എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് 20 years ആണ് കേട്ടോ. അപ്പോൾ 50 years എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് 100 years ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഈ ഒരു എന്താ പറയുക 100 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതെന്തായിരുന്നു, ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിമോചന പ്രഖ്യാപനമാണ് കേട്ടോ. അപ്പോൾ ഒരു 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രേറ്റ് അമേരിക്കൻ നമ്മൾക്ക് എന്തിനു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു നിഴലിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ ഒക്കെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഗ്രേറ്റ് അമേരിക്കൻ? എബ്രഹാം ലിങ്കൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിമോചന പ്രഖ്യാപനം അല്ലെങ്കിൽ 1863 ആ ഒരു ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സ്പീച്ച് നടന്നിട്ടുള്ള 1963 അപ്പോൾ കറക്റ്റ് 100 വർഷം മുൻപ് നടന്നിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അന്ന് എബ്രഹാം ലിങ്കൻ അത്രയും മഹാനായിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. This momentous decree came as a great beacon light of hope to millions of Negro slaves who had been seared in the flames of withering injustice. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ ഒരു മൊമെൻറ്റസ് ഡിഗ്രി എന്നുള്ള ഉദ്ദേശിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവ് എന്തിനാണ്, ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷനാണ് കേട്ടോ. അപ്പോൾ 100 വർഷത്തിന് മുൻപ് സംഭവിച്ചിട്ടുള്ള ആ ഒരു മൊമെൻറ്റസ് ഡിഗ്രി എന്തായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നത്, കെയിം ആസ് എ ഗ്രേറ്റ് ബീക്കൺ ലൈറ്റ് ഓഫ് ഹോപ്പ് ടു മില്യൺസ് ഓഫ് നീഗ്രോ സ്ലേവ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ മില്യൺ കണക്കിന് നീഗ്രോ സ്ലേവ്സിൻ്റെ ലൈഫിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതീക്ഷയ്ക്കും ഹോപ്പിനൊക്കെ വലിയൊരു പ്രകാശം വീശുന്ന രീതിയിലായിരുന്നു അത്തരത്തിൽ ആ ഒരു ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻസ്ലേവ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയും ഫ്രീഡം കൊടുക്കുക അല്ലെങ്കിൽ അവരെയൊക്കെയും ഫ്രീ ആക്കി വിടുക എന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അത് വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള നീഗ്രോ സ്ലേവ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും നാൾ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്, ദേ ഹാഡ് ബീൻ സിയർഡ് ഇൻ ദ ഫ്ലെയിംസ് ഓഫ് വിതറിങ് ഇൻജസ്റ്റിസ് എന്നാണ് പറയുന്നത്. അത്രയും അനീതി സഹിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ചുട്ടുപൊള്ളുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും വലിയൊരു പ്രതീക്ഷയായിട്ടായിരുന്നു ഒരു ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ വന്നിട്ടുണ്ടായിരുന്നത്.
ഇറ്റ് കെയിം ആസ് എ ജോയസ് ഡേ ബ്രേക്ക് ടു എൻഡ് ദ ലോങ് നൈറ്റ് ഓഫ് ദെയർ ക്യാപ്റ്റിവിറ്റി. അപ്പോൾ എത്രയോ രാത്രികൾ അല്ലെങ്കിൽ എന്താ പറയുക ഇരുണ്ട ജീവിതം, അവരുടെ ആ ഒരു അടിമത്തത്തിൻ്റെ ആ ഒരു ഇരുണ്ട ജീവിതത്തിൽ നിന്നും പുതിയൊരു പ്രഭാതം പൊട്ടിമുളച്ചതുപോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു അവർക്ക് ആ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു വരവോട് കൂടിയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് 100 years later, ഇത് 100 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യം കേട്ടോ പറയുന്നത്. അപ്പം അങ്ങനെ 100 വർഷങ്ങൾക്ക് ശേഷം ഇപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നു? ദ നീഗ്രോ സ്റ്റിൽ ഇസ് നോട്ട് ഫ്രീ. അന്ന് ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും നീഗ്രോ എന്ത് തന്നെയാണ്, ഇപ്പോഴും അവർ ഫ്രീ അല്ല. അവരിപ്പോഴും എന്ത് തന്നെയാണ്, സ്ലേവ് ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. 100 years later, the life of the Negroes is still sadly crippled by the manacles of segregation and the chains of discrimination. അപ്പം അദ്ദേഹം പറയുന്നത് 100 വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം അല്ലെങ്കിൽ ആ ഒരു 100 വർഷങ്ങൾക്ക് അപ്പുറം എന്ത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്? നീഗ്രോസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോഴും എവിടെ കുടുങ്ങിക്കിടക്കുകയാണ്? ആ ഒരു ചങ്ങലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്തിൻ്റെ ചങ്ങലയാണ്? സെഗ്രിഗേഷൻ്റെയും അതേപോലെ ഡിസ്ക്രിമിനേഷൻ, അതായത് വേർതിരിവും വിവേചനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ അതിൻ്റെയൊക്കെയും ചങ്ങലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും ഈ ഒരു 100 വർഷത്തിന് ശേഷവും നീഗ്രോസിൻ്റെ ലൈഫ്. 100 years later, the Negro lives on a lonely island of poverty in the midst of a vast ocean of material prosperity. അപ്പോൾ ഈ ഒരു 100 വർഷത്തിന് ശേഷം ഇന്നും എന്ത് തന്നെയാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്? ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എന്താണ്? മെറ്റീരിയൽ പ്രോസ്പെറിറ്റിയാണ്, അതായത് അഭിവൃദ്ധിയാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും നല്ല രീതിക്ക് ജീവിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അവരെവിടെയാണ് ജീവിക്കുന്നത്? ലിവ്സ് ഓൺ എ ലോൺലി ഐലൻഡ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറയുക ചുറ്റും ഒരുപാട് വെള്ളമുണ്ട്, പക്ഷെ അവർ ജീവിക്കുന്നത് എവിടെയാണ്? ഒരു ഐലൻഡിനകത്താണ്. ആ ഒരു ഐലൻഡിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ വെറും പോവേർട്ടി മാത്രമേ ഉള്ളൂ, ദാരിദ്ര്യം മാത്രമാണ്. അതായത് അവർ ജീവിക്കുന്നത് എവിടെയാണ്? ദാരിദ്ര്യത്തിലാണ്. പക്ഷെ ചുറ്റും കാണുന്ന മുഴുവൻ എന്താണ്? അഭിവൃദ്ധിയും അതേപോലെ തന്നെ വളരെ പ്രോസ്പേർഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ, വളരെ നല്ല രീതിയിൽ ആളുകൾ സന്തോഷം സമാധാനം അതേപോലെ റിച്ച് ആയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് അവർ കാണുന്നത്. This nation will rise up and live out the true meaning of its creed. അപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മുടെ ഈ ഒരു രാഷ്ട്രം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? റൈസ് അപ്പ് ചെയ്യണം, ഉയർന്നു വരണം, ആൻഡ് ലിവ് ഔട്ട് ഓഫ് ദ ട്രൂ മീനിങ് ഓഫ് ഇറ്റ്സ് ക്രീഡ്. അപ്പോൾ നമ്മുടെ ആ ഒരു വിശ്വാസ പ്രമാണത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ അതിലെന്താണോ പറയുന്നത് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടണം. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വി ഹോൾ ദീസ് ട്രൂത്ത്സ് ടു ബി സെൽഫ് എവിഡൻറ്റ് ദറ്റ് all men are created equal. എല്ലാ മനുഷ്യരും എങ്ങനെയാണ്? തുല്യരായിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും ഒരേപോലെ തന്നെയാണ് ജനിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യന്മാരും തുല്യരാണ് എന്നുള്ളത് എന്താണ്? ആ ഒരു സത്യത്തിലാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഈ കാണുന്ന ഒരവസ്ഥയൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. എല്ലാ മനുഷ്യരും ഈക്വൽ ആണ് എന്നുള്ള സത്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ പ്രമാണത്തിലാണ് നമ്മൾ ഉയർന്നു വരേണ്ടതായിട്ട് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. I have a dream that one day on the red hills of Georgia, the sons of former slaves and the sons of former slave owners will be able to sit down together at the table of brotherhood. ഇനി അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നം എന്നാ പറയുന്നത്? ജോർജിയയുടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു മേഖല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഭാവിയിൽ അവിടെ എന്ത് സംഭവിക്കണം എന്നാണ് പറയുന്നത്? ഫോമർ സ്ലേവ്സിനെ, അതായത് മുന്നേ സ്ലേവ്സ് ആയിട്ട് ജീവിച്ചിട്ടുള്ള, മുന്നേ അടിമത്തം അനുഭവിച്ചിട്ടുള്ള ആളുകളുടെയും അതേപോലെ ഈ അടിമകളുടെ ഉടമകളായിട്ടുള്ള ആളുകൾ, അതായത് അടിമകളുടെയും അതേപോലെ തന്നെ അടിമകളെ കൊണ്ട് നടന്നിരുന്ന ആ ഒരു ഉടമകളുടെയും മക്കൾ, രണ്ട് കുട്ടികളും അല്ലെങ്കിൽ രണ്ട് തലമുറകളും എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഒരുമിച്ച് ജീവിച്ചു പോകുന്നത് എനിക്ക് കാണാൻ സാധിക്കണം. ആ ഒരു സാഹോദര്യത്തിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കണം. അതായത് ഈക്വാളിറ്റിയാണ് പറയുന്നത്. മുന്നത്തെ തലമുറയിൽ ചിലപ്പോൾ അടിമകളായി ജീവിച്ചവരായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഉടമകളായിട്ട് ജീവിച്ചവരായിക്കോട്ടെ, അവരുടെ ഒക്കെയും രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകളുടെയും മക്കൾ ഒരുപോലെ ഒന്നിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്നത് കാണണം എന്നതാണ് എൻ്റെ ആഗ്രഹം. I have a dream that one day even the state of Mississippi, a state sweltering with the heat of injustice, sweltering with the heat of oppression, will be transformed into an oasis of freedom and justice. വീണ്ടും അദ്ദേഹം പറയണേ എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നത്തിൽ സംഭവിക്കുന്നത്? മിസിസിപ്പിയുടെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത്രയും കാലം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇൻജസ്റ്റിസ്, അനീതിയുടെ ആ ഒരു ചൂടിൽ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ ഒപ്രഷൻ, അടിച്ചമർത്തലിൻ്റെ ഒരു എന്താ പറയുക വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു സിറ്റുവേഷൻ മാറണം. എന്ത്? ഈ ഒരു ഇൻജസ്റ്റിസ്, അനീതിയും അതേപോലെ അടിച്ചമർത്തലുകളും എല്ലാം ട്രാൻസ്ഫോം ചെയ്യണം, എല്ലാം ചേഞ്ച് ആവണം. എന്നിട്ട് അവിടെ എന്ത് കാണണമെന്നാണ് പറയുന്നത്? ഓയാസിസ് ഓഫ് ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും ഒക്കെ ഒരു മരുപ്പച്ച കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതായത് ഒരു പ്രതീക്ഷ അവിടെ ഇപ്പോൾ ഓൾറെഡി നിലവിലുള്ള ഒരു ഇൻജസ്റ്റിസും അതേപോലെ ഓപ്പറേഷനും ഒക്കെ അവസാനിച്ചിട്ട് അതെന്തായിട്ട് മാറണം? ഫ്രീഡവും ജസ്റ്റിസുമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അതും എൻ്റെ ഒരു ഡ്രീമാണ്.
അദ്ദേഹം നിർത്തുന്നില്ല. ഐ ഹാവ് എ ഡ്രീം ദാറ്റ് മൈ 4 little children will one day live in a nation where they will not be judged by the color of their skin but by the content of their character. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ 4 കുട്ടികളും ഒരേപോലെ എന്ത് ചെയ്യണം, ആ ഒരു രാജ്യത്ത് എങ്ങനെ ജീവിക്കാൻ സാധിക്കണം, അവർക്ക് അവരുടെ സ്കിന്നിൻ്റെ അവരുടെ തൊലിയുടെ നിറമോ അല്ലെങ്കിൽ ഭംഗിയോ നോക്കിക്കൊണ്ട് അവരെ ആരും ജഡ്ജ് ചെയ്യാതെ അവരുടെ സ്വഭാവത്തിൻ്റെ ഉള്ളടക്കം എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം വെച്ചുകൊണ്ട് മാത്രം അവരെ ജഡ്ജ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് വെച്ച് മാത്രം അവരെ അളക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്ത് എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. I have a dream today. എനിക്കിന്നൊരു സ്വപ്നമുണ്ട്. I have a dream that one day down in Alabama with its vicious racist, with its governor having his lips dripping with the words of interposition and nullification, one day right there in Alabama little black boys and black girls will be able to join hands with little white boys and white girls as sisters and brothers. അദ്ദേഹം വീണ്ടും തുടരാണ്. ഐ ഹാവ് എ ഡ്രീം, എനിക്ക് വീണ്ടും എന്തുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്. അതെന്തിനെ കുറിച്ചാണ്, അലബാമയെ കുറിച്ചാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കണം എന്നാണ് പറയുന്നത്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, വിഷയസ് റേസിസ്റ്റുകളാണ് അവിടെയുള്ളത്, ദുഷിച്ച എന്താ പറയുക വംശീയവാദികളാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അവിടുത്തെ ഗവർണർ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്, ഡ്രിപ്പിംഗ് വിത്ത് ദ വേർഡ്സ് ഓഫ് ഇൻ്റർപൊസിഷൻ ആൻഡ് നള്ളിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർപൊസിഷൻ ആൻഡ് നള്ളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു നേഷനിലും അവിടുത്തെ സ്റ്റേറ്റ്സിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. അതായത് ഫെഡറൽ ലോസ് അവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്നാണ് അത്തരത്തിൽ എന്താ പറയുക ഭയങ്കര കർക്കശമായിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഫെഡറൽ ലോസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്ന ആ ഒരു രീതി സ്റ്റേറ്റുകൾ അതിൻ്റെ അണ്ടറിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണം, അതിനെ റെഫ്യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയെയാണ് നമ്മൾ ഇൻ്റർപൊസിഷൻ ആൻഡ് നള്ളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള ലോസ് കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റേറ്റുകൾ എതിർക്കുന്നതിനെയാണ് ഇൻ്റർപൊസിഷൻ ആൻഡ് നള്ളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻ്റർപൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നിലധികം സ്റ്റേറ്റുകൾ ജോയിൻ്റ് ആയിട്ടാണ് ഇതിനെ നിരസിക്കുക അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുക. അതേസമയം നള്ളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ അതിനെ എന്താ പറയുക എതിർക്കുന്ന അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക റെഫ്യൂസ് ചെയ്യുന്ന തിരസ്കരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ മെയിൻ എയിം എന്താണ്, ഫെഡറൽ ലോസ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ സ്റ്റേറ്റുകൾ ഇതിനെ എതിർക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇങ്ങനെ ആകെ കുടുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റും അതേപോലെ തന്നെ വിഷയസ് ആയിട്ടുള്ള റേസിസ്റ്റുകളും ദുഷിച്ച മനസ്സുള്ള വർഗീയവാദികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അലബാമ എന്തായി മാറണം എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിൽ വൺ ഡേ റൈറ്റ് ദർ ഇൻ അലബാമ, ആ ഒരു അലബാമയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു അലബാമയിൽ എന്ത് സംഭവിക്കണം, little black boys and black girls will be able to join hands with the little white boys and white girls as sisters and brothers. അതായത് ബ്ലാക്ക് ബോയ്സിനും ബ്ലാക്ക് ഗേൾസിനും വൈറ്റ് ബോയ്സും വൈറ്റ് ഗേൾസിൻ്റെയും കൂടെ കൈ കോർത്ത് പിടിച്ച സഹോദര്യത്തോടു കൂടി ബ്രദേഴ്സും സിസ്റ്റേഴ്സുമായിട്ട് ഒന്നിച്ച് ആ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ സന്തോഷത്തോടു കൂടി ഒന്നിച്ച് നടന്നു പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവണം. അതും എന്താണ്, എൻ്റെ ഒരു സ്വപ്നമാണ്. ഐ ഹാവ് എ ഡ്രീം ടുഡേ, എനിക്കിന്നൊരു സ്വപ്നമുണ്ട്. ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ എവറി വാലി ഷോൾ ബി എക്സോൾട്ടഡ്. അദ്ദേഹം പറഞ്ഞു എല്ലാ താഴ്വരകളും ഒരു കാലത്ത് എന്ത് സംഭവിക്കണം, എല്ലാ താഴ്വരകളും എന്തായിരിക്കണം, ഉയർന്നു വരണം. അപ്പോൾ താഴ്വര എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ താഴ്ന്നു നിൽക്കുന്ന, ഇപ്പോൾ സപ്രസ്ഡ് ആയി നിൽക്കുന്ന ജനവിഭാഗങ്ങളൊക്കെ ഭാവിയിൽ എന്തായി വരണം, ഉയർന്നു വരണം എന്നുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് ഒറിജിനൽ താഴ്വരേനെ അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ. ആൻഡ് എവറി ഹിൽ ആൻഡ് മൗണ്ടെയിൻ ഷോൾ ബി മെയ്ഡ് ലോ, എല്ലാ കുന്നുകളും മലകളും ഒക്കെ എന്ത് സംഭവിക്കണം എന്നാണ് പറയുന്നത്, താഴ്ന്നു വരണം എന്നാണ് പറയുന്നത്. അതും ലിറ്ററലി ആ ഒരു കുന്നിനി മലയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്താണ്, ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരേനെ അടിച്ചമർത്തിക്കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ആളുകൾ, സ്വയം ഞാൻ ഹൈ ക്ലാസ് പീപ്പിളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് അവിടെ ഹിൽ ആൻഡ് മൗണ്ടെയിൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഹിൽ ആൻഡ് മൗണ്ടെയിൻ എന്ത് ചെയ്യണം, താഴ്ന്നു വരണം. അതായത് അവരുടെയൊക്കെയും ആ ഒരു ഉയർന്നു നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത എന്ത് ചെയ്യണം, താഴ്ന്ന് സാധാരണ നിലയിലേക്ക് എത്തണം. ദ റഫ് പ്ലേസസ് വിൽ ബി മെയ്ഡ് പ്ലെയിൻ, അവർ പരുക്കനായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്തായി മാറണം, പ്ലെയിൻ ആയിട്ട് സമതലങ്ങളായിട്ട് മാറണം. ആൻഡ് ദ ക്രൂക്കഡ് പ്ലേസസ് വിൽ ബി മെയ്ഡ് സ്ട്രൈറ്റ്, അതേപോലെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വഴികളൊക്കെ എന്തായി മാറണം, സ്ട്രൈറ്റ് ആയി മാറണം. അതായത് എല്ലാവരും ഈക്വൽ ആവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷോൾ ബി റിവീൽഡ് ആൻഡ് ഓൾ ഫ്ലഷ് ഷോൾ സീ ഇറ്റ് ടുഗെദർ. അങ്ങനെ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ ആ ഒരു ഗ്ലോറി എന്ത് ചെയ്യണം, ഉയർന്നു വരണം. അതേപോലെ തന്നെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്, അവരെല്ലാവരും തുല്യരാണ് എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വരേണ്ടതുണ്ട്. ദിസ് ഈസ് അവർ ഹോപ്പ് ആൻഡ് ദിസ് ഇസ് ദ ഫെയ്ത്ത് ദാറ്റ് ഐ ഗോ ബാക്ക് ടു ദ സൗത്ത് വിത്ത്. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പോകുന്നത്. ഇതാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ ആഗ്രഹവും എൻ്റെ വിശ്വാസവും ഒക്കെ ഇതാണ്. With this faith, we will be able to hew out of the mountain of despair a stone of hope. അപ്പോൾ ഈ ഒരു വിശ്വാസം വെച്ചിട്ട് നമുക്ക് എന്തിനു സാധിക്കും എന്നാണ് പറയുന്നത്, ആ ഒരു മൗണ്ടെയിൻ ഓഫ് ഡെസ്പയറിനെ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് മൗണ്ടെയിൻ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നിരാശയുടെ ആ ഒരു പർവ്വതം അല്ലെങ്കിൽ നിരാശയുടെ ആ ഒരു കൊടുമുടി എന്നൊക്കെ പറയാം. അപ്പോൾ ആ നിരാശയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ഓഫ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. വിത്ത് ദിസ് ഫെയ്ത്ത്, ഈ ഒരു വിശ്വാസം വെച്ചിട്ട്, എന്താണ് വിശ്വാസം, എല്ലാവർക്കും ഒന്നിച്ച് ഈക്വൽ ആയിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം.
With this faith, we will be able to transform the jangling discords of our nation into a beautiful symphony of brotherhood. അദ്ദേഹം പറയാണ്, ഈ ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് എന്തിനു സാധിക്കും? നമ്മുടെ ഇപ്പോൾ നിലവിൽ എന്താണ് ജാംഗ്ലിംഗ് ഡിസ്കോർഡ്സ് ഓഫ് അവർ നേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ രാഷ്ട്രത്തിന് ഒരു താളം തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ജാംഗ്ലിംഗ് ഡിസ്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈണമില്ലാത്ത തരത്തിലുള്ള ശബ്ദം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ താളം തെറ്റി നിൽക്കുന്ന ഒരു താളമില്ലാത്ത ഈ ഒരു അവസ്ഥ എന്തായി മാറണം? ഓഫ് അവർ നേഷൻ ഇൻ എ ബ്യൂട്ടിഫുൾ സിംഫണി, വളരെ മനോഹരമായ താളാത്മകമായിട്ടുള്ള നല്ല ഈണത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറണം. ആ ഈണം എന്താവണം? ബ്രദർഹുഡിൻ്റെ ആയിരിക്കണം, സാഹോദര്യത്തിൻ്റെ ആയിരിക്കണം. ഇപ്പം സാഹോദര്യം എന്താണ്? ഒരു ഈണം താളം ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഭാവിയിൽ അത് എന്താവണം? ആ സാഹോദര്യം വളരെ താളാത്മകമായിട്ട് മാറുന്നൊരവസ്ഥ വരണം. With this faith, we will be able to work together, to pray together, to struggle together, to go to jail together, to stand up for freedom together, knowing that we will be free one day. അതായത് ഇത്തരത്തിൽ ആ ഒരു എന്താ പറയുക ഫെയ്ത്ത് നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനൊക്കെ സാധിക്കും? ഒന്നിച്ച് ജോലി ചെയ്യാൻ സാധിക്കും, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ ഒന്നിച്ച് നമുക്ക് സ്ട്രഗിൾ ചെയ്യാം, ഒന്നിച്ച് ജയിലിൽ പോവാം, അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഫ്രീഡത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് നിലകൊള്ളാനും ഒക്കെ നമുക്ക് സാധിക്കും. നോയിങ് ദാറ്റ് വി വിൽ ബി ഫ്രീ വൺ ഡേ. കാരണം എന്താണ്? നമുക്ക് ഒരു വിശ്വാസം എന്താണ്? ഒരിക്കൽ നമുക്കും ഫ്രീഡം കിട്ടും എന്നൊരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് നമ്മൾ ഇതൊക്കെയും ചെയ്യുന്നത്. ആൻഡ് ദിസ് വിൽ ബി ദ ഡേ വെൻ ഓൾ ഓഫ് ഗോഡ്സ് ചിൽഡ്രൻ വിൽ ബി ഏബിൾ ടു സിംഗ് വിത്ത് ന്യൂ മീനിങ്. അപ്പോൾ ആ ഒരു ദിവസത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്? ദൈവത്തിൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നിന്നുകൊണ്ട് ആ ഒരു ന്യൂ മീനിങ്ങിന് വേണ്ടിയിട്ട് സിംഗ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സിംഗ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒന്നിച്ച് ഭാവിയിൽ ആ ഒരു എന്താ പറയുക പാട്ടിൻ്റെ രൂപത്തിൽ ഒന്നിച്ച് ഒരു ഹാർമോണിയോട് കൂടിയിട്ട് നമുക്ക് സിംഗ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത്. മൈ കൺട്രി റസ് ഓഫ് ദി, പറയാം എൻ്റെ രാഷ്ട്രമേ അല്ലെങ്കിൽ എൻ്റെ രാജ്യമേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ടെസ് ഓഫ് ദി, ഇത് നിനക്ക് വേണ്ടിയിട്ടാണ്. സ്വീറ്റ് ലാൻഡ് ഓഫ് ലിബർട്ടി ഓഫ് ദി ഐ സിംഗ്. അപ്പോൾ എന്താണ് ആ ഒരു രാഷ്ട്രത്തിനെ എന്തായിട്ടാണ് വിളിക്കുന്നത്? സ്വീറ്റ് ലാൻഡ് ഓഫ് ലിബർട്ടി എന്നാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മധുരകരമായിട്ടുള്ള ഒരു നാട് അല്ലെങ്കിൽ മധുരഭൂമി എന്നാണ് പറയുന്നത്. അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സിംഗ് ചെയ്യുന്നത്. ലാൻഡ് വേർ മൈ ഫാദേഴ്സ് ഡൈഡ്, ഈ ഒരു മണ്ണിലാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? എൻ്റെ പൂർവികർ അല്ലെങ്കിൽ എൻ്റെ അച്ഛനപ്പൂപ്പന്മാർ അല്ലെങ്കിൽ എനിക്ക് മുകളിലുള്ള തലമുറകളിലുള്ള ആളുകളൊക്കെ എവിടെയാണ് മരിച്ചു വീണിട്ടുള്ളത്? ഈ ഒരു മണ്ണിലാണ്. ലാൻഡ് ഓഫ് ദ പിൽഗ്രിംസ് പ്രൈഡ്, എല്ലാ തരത്തിലുള്ള തീർത്ഥാടകരുടെയും ആ ഒരു അഭിമാനമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഈ ഒരു മണ്ണ് തന്നെയാണ്. ഫ്രം എവറി മൗണ്ടൈൻ സൈഡ് ലെറ്റ് ഫ്രീഡം സിംഗ്, എല്ലാ മലഞ്ചെരുവിൽ നിന്നും എന്തിനു സാധിക്കട്ടെ? ഫ്രീഡത്തിന് റിങ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ, സ്വാതന്ത്ര്യത്തിന് ശബ്ദം ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് ഇഫ് അമേരിക്ക ഈസ് ടു ബി എ ഗ്രേറ്റ് നേഷൻ ദിസ് മസ്റ്റ് ബിക്കം ട്രൂ. അപ്പോൾ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു എന്താ പറയുക ഗ്രേറ്റ് നേഷനായിട്ട് മാറണമെങ്കിൽ, അത്തരത്തിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതൊക്കെയും സത്യമായിട്ട് മാറണം. കാരണം എല്ലായിടത്തു നിന്നും എന്ത് കിട്ടണം? ഫ്രീഡം മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കണം. ആൻഡ് സോ ലെറ്റ് ഫ്രീഡം റിംഗ് ഫ്രം ദ പ്രോഡിഗസ് ഹിൽ ടോപ്സ് ഓഫ് ന്യൂ ഹാംഷയർ. അതുകൊണ്ട് തന്നെ അവിടെ എന്തും സംഭവിക്കണം? ന്യൂ ഹാംഷയറിൻ്റെയൊക്കെ ആ ഒരു മഹത്തായിട്ടുള്ള ഒരു മലഞ്ചെരുവുകളിൽ നിന്നും അല്ലെങ്കിൽ മലയുടെ മുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കണം? എല്ലാ ഭാഗത്തു നിന്നും ഒരു ഫ്രീഡത്തിൻ്റെ ശബ്ദമായിരിക്കണം കേൾക്കാനായിട്ട് സാധിക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്? ലെറ്റ് ഫ്രീഡം റിംഗ് ഫ്രം ദ മൈറ്റി മൗണ്ടെയിൻസ് ഓഫ് ന്യൂയോർക്ക്. ഇനി ഓരോ അതായത് എല്ലാ മുക്കുന്ന മൂലയിൽ നിന്നും ഫ്രീഡം കേൾക്കണം എന്നുള്ളൊരു ഫ്രീഡത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് ഫ്രീഡം റിംഗ് ഫ്രം ദ മൈറ്റി മൗണ്ടെയിൻസ് ഓഫ് ന്യൂയോർക്ക്. ന്യൂയോർക്കിൻ്റെ ആ ഒരു ശക്തമായിട്ടുള്ള മലനിരകളിൽ നിന്നും എന്ത് ചെയ്യാൻ സാധിക്കണം? ആ ഒരു ഫ്രീഡത്തിൻ്റെ റിംഗ് കേൾക്കാൻ സാധിക്കണം. ലെറ്റ് ഫ്രീഡം റിംഗ് ഫ്രം ദ ഹൈറ്റനിങ് എലിഗൻസീസ് ഓഫ് പെൻസിൽവാനിയ. പെൻസിൽവാനിയയുടെ അലിഗനീസിൻ്റെ അല്ലെങ്കിൽ അലിഗനീസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മൗണ്ടെയിൻ റേഞ്ചിനെയാണ് കേട്ടോ. പെൻസിൽവാനിയയിലെ മൗണ്ടെയിൻ റേഞ്ചിനെ അലിഗനീസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലിഗനീസിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹൈറ്റിൽ നിന്നും എന്ത് ചെയ്യാൻ സാധിക്കണം? ഈ ഫ്രീഡത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കണം. ലെറ്റ് ഫ്രീഡം റിംഗ് ഫ്രം ദ സ്നോ ക്യാപ്ഡ് റോക്കീസ് ഓഫ് കൊളോറാഡോ. ഇപ്പോൾ കൊളോറാഡോ റോക്കീസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ മൗണ്ടെയിൻ റേഞ്ചസിനെ തന്നെയാണ് കൊളോറാഡോയിലത്തെ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു മലഞ്ചെരുവിൽ നിന്നും എന്ത് കേൾക്കാൻ സാധിക്കണം? ആക്ച്വലി അത് സ്നോ ക്യാപ്ഡ് ആണ്, അതായത് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അവിടെ നിന്നും എനിക്ക് എന്തിനു സാധിക്കണം? ഈ ഒരു എന്താ പറയുക ഫ്രീഡത്തിൻ്റെ സംഗീതം കേൾക്കാനായിട്ട് സാധിക്കണം. ലെറ്റ് ഫ്രീഡം റിംഗ് ഫ്രം സ്റ്റോൺ മൗണ്ടെയിൻ ഓഫ് ജോർജിയ. അപ്പോൾ ജോർജിയയിലെ സ്റ്റോൺ മൗണ്ടെയിനിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഫ്രീഡത്തിൻ്റെ സോങ് അല്ലെങ്കിൽ റിങ് കേൾക്കാൻ സാധിക്കണം. ലെറ്റ് ഫ്രീഡം റിംഗ് ഫ്രം ലുക്ക് ഔട്ട് മൗണ്ടെയിൻസ് ഓഫ് ടെന്നീസ്. ടെന്നീസിൻ്റെ ആ ഒരു തരത്തിലുള്ള എന്താ പറയുക അവിടുത്തെ മൗണ്ടെയിൻ റേഞ്ചസിൽ നിന്ന് എന്തിനു സാധിക്കണം? ഫ്രീഡത്തിൻ്റെ ആ ഒരു സംഗീതം കേൾക്കാൻ സാധിക്കണം. ലെറ്റ് ഫ്രീഡം റിംഗ് ഫ്രം എവറി ഹിൽ ആൻഡ് മോൾ ഹിൽ ഓഫ് മിസിസിപ്പി. മിസിസിപ്പിയുടെ എല്ലാ ഹില്ലിൽ നിന്നും മോൾ ഹില്ലിൽ നിന്നും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നും എന്തിനു സാധിക്കണം? ഫ്രീഡം കേൾക്കാൻ സാധിക്കണം. ഫ്രം എവറി മൗണ്ടെയിൻ സൈഡ് ലെറ്റ് ഫ്രീഡം റിംഗ്. ഇത്രയാണ് ഉദ്ദേശിക്കുന്നുള്ള അത്രയും ലൈൻസും ഉണ്ട്. അതായത് എല്ലാ മൗണ്ടെയിൻ സൈഡിൽ നിന്നും എന്തിനു സാധിക്കണം? ഫ്രീഡം റിംഗ് ചെയ്യുന്നത് കേൾക്കാനായിട്ട് സാധിക്കണം. എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കാണാനായിട്ട് സാധിക്കണം. ആൻഡ് വെൻ ദിസ് ഹാപ്പൻസ്, അങ്ങനെ ഇത് സംഭവിക്കുമ്പോഴാണ് ബാക്കി എന്തുണ്ടാവുള്ളൂ? വെൻ വി അലൗ ഫ്രീഡം റിംഗ്, എന്ത് സംഭവിക്കുള്ളൂ? ആ ഒരു ഫ്രീഡത്തിന് റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അനുവദിക്കണം. അല്ലെങ്കിൽ ഫ്രീഡത്തിന് നമുക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിലേക്ക് സിറ്റുവേഷൻസ് മാറണം.
വെൻ വി ലെറ്റ് ഇറ്റ് റിംഗ് ഫ്രം എവറി വില്ലേജ് ആൻഡ് എവറി ഹാംലെറ്റ്, എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വില്ലേജുകളിൽ നിന്നും, ഗ്രാമങ്ങളിൽ നിന്നും കുഗ്രാമങ്ങളിൽ നിന്നും ഒക്കെ എന്തിനു സാധിക്കണം, ആ ഒരു ഫ്രീഡത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കണം. ഫ്രം എവറി സ്റ്റേറ്റ് ആൻഡ് എവറി സിറ്റി, എല്ലാ സ്റ്റേറ്റിലും എല്ലാ സിറ്റിയിലും ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഫ്രീഡം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യണം. വി വിൽ ബി ഏബിൾ ടു സ്പീഡ് അപ്പ് ദാറ്റ് ഡേ വെൻ ഓൾ ഓഫ് ഗോഡ്സ് ചിൽഡ്രൻ, ബ്ലാക്ക് മെൻ ആൻഡ് വൈറ്റ് മെൻ, ജൂസ് ആൻഡ് ജെൻറ്റൈൽസ്, പ്രൊട്ടസ്റ്റൻസ് ആൻഡ് കത്തോലിക്സ് വിൽ ബി ഏബിൾ ടു ജോയിൻ ഹാൻഡ്സ് ആൻഡ് സിംഗ് ഇൻ ദ വേർഡ്സ് ഓഫ് ദി ഓൾഡ് നീഗ്രോ സ്പിരിച്വൽ. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തിരക്ക് കൂട്ടണം എന്നാണ് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം സ്പീഡപ്പ് ആക്കണം നമ്മുടെ പ്രവൃത്തികളൊക്കെ. അപ്പോൾ എന്തിനു സാധിക്കും, ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ അല്ലെങ്കിൽ ജൂ ആണോ ജെൻറ്റൈൽസ് ആണോ അതേപോലെ പ്രൊട്ടസ്റ്റൻസ് ആണോ കത്തോലിക്സ് ആണോ, ഇത്തരത്തിലെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഒന്നിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം പെട്ടെന്ന് ഫാസ്റ്റ് ആക്കണം, നമ്മുടെ പ്രവൃത്തികളൊക്കെ സ്പീഡപ്പ് ആക്കണം. ഫ്രീ അറ്റ് ലാസ്റ്റ്, ഫ്രീ അറ്റ് ലാസ്റ്റ്. അപ്പം നമുക്ക് എങ്ങനെ പാടാൻ സാധിക്കും, ഫ്രീ അറ്റ് ലാസ്റ്റ്, അവസാനം ഞങ്ങൾക്കും എന്ത് കിട്ടി, സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, അവസാനം ഞങ്ങളും സ്വതന്ത്രരായിരിക്കുന്നു. താങ്ക് ഗോഡ് ഓൾമൈറ്റി വി ആർ ഫ്രീ അറ്റ് ലാസ്റ്റ്. സർവശക്തനായ ദൈവമേ, എന്ത് സാധിച്ചു, ഞങ്ങളും എന്തായിരിക്കുന്നു, അവസാനം സ്വതന്ത്രരായിരിക്കുന്നു എന്ന് മനസ്സ് നിറഞ്ഞ് പാടാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്നിടത്താണ് ഈ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്നത് കേട്ടോ.